നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സേതുട്ടാ, സൂര്യ, ഭാവന പിന്നെ എവിടെ പോയി? ഞങ്ങൾക്കറിയത്തില്ല സൂര്യ. ഇന്നലെ അവള് ചിലപ്പോഴേ വരത്തുള്ളൂ അമ്മയെ വിളിച്ച് പറഞ്ഞത്. സന്ധ്യക്ക് എന്നെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പം സൂര്യ, ഞാൻ വെറുതെ പറഞ്ഞ ഇങ്ങോട്ട് വരണ്ട, തിരിച്ചു പൊക്കോളാൻ. അവള് പോകുന്ന ഞാൻ വിചാരിച്ചില്ല സൂര്യ. സേതുവേട്ടനെ ഭാവനയ്ക്ക് അറിയില്ലേ? സേതുവേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഭാവന എവിടെയെങ്കിലും പോവോ? ഇതില് മറ്റെന്തോ ചതി നടന്നിട്ടുണ്ട്. ആന്റി ധൈര്യമായിട്ടിരിക്കെ, അവക്കൊന്നും സംഭവിക്കില്ല. അതെ മോനെ, മനസ്സിനൊരു സമാധാനമില്ല. നമ്മളോടൊന്നും പറയാതെ അവളെങ്ങോട്ടും പോവില്ല. ഏട്ടാ, ഇനി വരുന്ന വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ മറ്റോ പോയിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഭാവന വിളിക്കേണ്ടതല്ലേ? ഇതിപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. ഞാൻ എസ് ഐ അജിത് സാറിനൊന്ന് വിളിക്കട്ടെ. സൂര്യ. സർ, ഇന്നലെ രാത്രി മുതൽ ഭാവന മിസ്സിംഗ് ആണ്. ഭാവന മിസ്സിംഗോ? അതെ സർ. എന്നാ സൂര്യ, വ്യക്തമായിട്ട് പറയൂ. ഭാവന ഇന്നലെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. എന്നിട്ട് സന്ധ്യയ്ക്കൊരു കാറിൽ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഭാവന വീട്ടിലെത്തിയിട്ടില്ലെന്ന് രാവിലെ ആന്റി വിളിക്കുമ്പോഴാണ് അറിഞ്ഞത്. സൂര്യ ഇപ്പൊ എവിടെ ഉണ്ട്? ഭാവനയുടെ വീട്ടിലുണ്ട്. സ്റ്റേഷനിൽ വന്ന് എത്രയും പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് എഴുതണം. അപ്പോഴേക്കും സൈബർ സെല്ലിൽ വിളിച്ച് ഭാവനയുടെ ഫോൺ നമ്പർ ഞാൻ ട്രേസ് ചെയ്യാൻ പറയാം. ഓക്കെ സർ. എന്താ മോനെ? ഞാൻ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. ആരും വിഷമിക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല. സൂര്യ, എനിക്ക് അജയനെ നല്ല സംശയമുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ടാ ഭാവനയുടെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത്. അവൾക്ക് ആരെയും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. ആന്റിയെ കാണാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ആന്റിക്ക് അത് വിഷമാവെന്ന് കരുതിയാ ഇവിടെ നമ്മൾ പോയത്. എനിക്കറിയാം മായച്ചി, തെറ്റ് എന്റെ ഭാഗത്തുമുണ്ട്. ഞാൻ കൊണ്ടുവന്ന് വിട്ടാൽ മതിയായിരുന്നു. സൂര്യ, സൂര്യ അങ്ങനെ പറഞ്ഞില്ലേ വിളിച്ചോണ്ട് പോയത്? അതേ സേതുവേട്ട, ആ സമയത്ത് മാനസിക്ക് അവിടെ സുഖമില്ലാതായി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള അഭിപ്രായം വന്നതുകൊണ്ട് ഭാവന തന്നെ ഒറ്റയ്ക്ക് പുറപ്പെട്ടത്. ഭാവന പിന്നെ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ഒറ്റയ്ക്ക് വരുന്നത്. ഭാവനയുടെ അവസ്ഥ അതല്ലല്ലോ സൂര്യ. ഞാൻ സൂര്യയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഭാവന എപ്പോഴും പലരുടെയും കണ്ണിലെ കരടാ. അതുകൊണ്ട് ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. സൂര്യക്കറിയാലോ, 2 വലിയ അപകടങ്ങളിൽ നിന്നാണ് ഭാവന ഈശ്വരൻ നമുക്ക് തിരിച്ചു തന്നത്. അത് പിന്നെ എനിക്ക് അറിയില്ലേ സേതുവേട്ട. ഒരു കാര്യം ഞാൻ പറയാം, ഭാവന ഉണ്ടെങ്കിൽ ഈ സൂര്യ ഉള്ളൂ. അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആന്റി, വിഷമിക്കാതെ, അവൾക്കൊന്നും വരില്ല. പ്രാർത്ഥിക്ക്. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഏട്ടാ, ഞാൻ കൂടെ വരാം. നീ വാ. അമ്മ, ഭാവനച്ചിക്കൊന്നും സംഭവിക്കില്ല. അമ്മ വിഷമിക്കല്ലേ. ഞാൻ പോയിട്ട് വരാം. സേട്ടാ,
സർ, ഭാവനയെ മറ്റൊരു സംഘം പിന്തുടരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ അവളെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മറ്റാരും കണ്ടില്ലല്ലോ? ഇല്ല സർ. നിങ്ങൾ പോ, വണ്ടിയുടെ നമ്പർ മാറ്റിക്കോ. ശരി സർ. ആ വാ. അപ്പോൾ ഭാവനയ്ക്ക് പിന്നാലെ മറ്റാരും ഉണ്ടായിരുന്നു. ഇനി ആ ഡോക്ടർ ശ്രീറാമായിരിക്കോ? അജയനോട് ഈ വിവരം പറയണ്ട. തൽക്കാലം ഞാൻ തന്നെ ഭാവനയെ തട്ടിക്കൊണ്ടു പോയെന്ന് അവൻ വിശ്വസിക്കട്ടെ. അവനെ എനിക്ക് ആവശ്യമുള്ളത്. വണ്ടി എടുക്കുക. ആ അജയനെയും ഭാര്യയും സംശയം ഉണ്ടെങ്കിൽ അവരുടെ പേര് കൂടി ഈ കംപ്ലൈന്റ് പറയണ്ടേ സൂര്യ? അതെന്റെ സംശയം മാത്രമാണ് സർ. അവരിതുവരെ പുറത്തു പോയിട്ടില്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക് ഇപ്പൊ പുറത്തു വേണ്ട കാര്യമില്ലല്ലോ സൂര്യ. മൊബൈൽ ഫോണല്ലേ കയ്യിരിക്കുന്നു. നിങ്ങളെ ഇത്രത്തോളം ദ്രോഹിച്ച അജയനെയും ഭാര്യയും വീണ്ടും ആ വീട്ടിലേക്ക് കയറ്റിയത് തന്നെ വലിയ തെറ്റല്ലേ സൂര്യ? എന്തിനൊക്കെ സർ, എന്റെ അമ്മയാ വീണ്ടും അയാൾക്ക് അഭയം കൊടുത്തത്. മാനസയെ കരുതി എനിക്കോ അച്ഛനോ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. സർ, എന്റെയും ബലമായ സംശയം ആ അജയനെയും ഭാര്യയും തന്നെയാണ് സർ. അവർക്ക് ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. സൈബർ സെല്ലിന്ന. ഹലോ, എന്തായി? ഓക്കെ, താങ്ക് യു. സൂര്യ, ഭാവനയുടെ വീട്ടിൽ നിന്നും 100 മീറ്റർ മാറിയാണ് ഭാവനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാവന ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ ഭാഗത്ത് വെച്ച് തന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. സൂര്യ ഒപ്പം വരാതെ ഭാവന ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് തട്ടിക്കൊണ്ടുപോയവർ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഉറപ്പായിട്ടും മറ്റാരും അവർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സാർ. ഭാവന ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് ഒരാൾക്ക് പുറത്തു നിന്ന് കണ്ടാലും മനസ്സിലാവുന്നതാണല്ലോ സർ. അതെ, അങ്ങനെ സംഭവിക്കാം. ഇവിടിപ്പോ സംശയിക്കാനാണെങ്കിൽ അജയനെ സംശയിക്കാം, അല്ലാതെ മറ്റാരെ സംശയിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഭാവനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥലം വരെ നമുക്കൊന്ന് പോണം. ആ ഭാഗത്ത് എവിടെയെങ്കിലും CCTV ക്യാമറ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. എന്നാ സൂര്യ വാ.